Hello dear students, welcome to Matrum. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. നൾ സ്പേസസ്, കോളം സ്പേസസ് ആൻഡ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ദി നൾ സ്പേസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ നൾ സ്പേസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്താണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് നോക്കാം. ഓക്കെ, കൺസിഡർ ദ ഫോളോവിങ് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയാം സിസ്റ്റം എന്നാണ് പറയാം. ഓക്കെ, രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാ പറയാം. ഓക്കെ, ഇനി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഹോമോജീനിയസ് എന്ന് പറയണമെങ്കിൽ ഇക്വേഷന്റെ ഏതെങ്കിലും ഒരു സൈഡ് 0 വരണം. അപ്പൊ നോക്കുക, ഈ ഫസ്റ്റ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് 0 ആണ്, ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് 0 ആണ്. അങ്ങനെ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സൈഡിൽ 0 വന്നാൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് എന്നാ പറയാം. അപ്പൊ ഇതെന്താണ്, ഒരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. ഓക്കെ, നോക്കൂ, ഈ സിസ്റ്റത്തിന് നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്, x1 x2 x3, x1 x2 x3. ഓക്കെ, അതേപോലെ x1 x2 x3ന്റെ അടുത്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ x1 x2 x3ന്റെ അടുത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ x1ന്റെ അടുത്ത് അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ മീനിങ് എന്താണ്, അവിടെ 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ x2ന്റെ അടുത്ത് -3 ഉണ്ട്. ഓക്കെ, ഇവിടെ x3ന്റെ അടുത്ത് -2 ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ ഇവിടെ x1ന്റെ അടുത്ത് -5 ഉണ്ട്, ഇവിടെ x2ന്റെ അടുത്ത് 9 ഉണ്ട്, ഇവിടെ x3ന്റെ അടുത്ത് ഒന്നുമില്ല, മീനിങ് അവിടെ 1 ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതി. ഇനി നോക്കൂ, ഇവിടെ x1 x2 x3 രണ്ട് ഇക്വേഷനുകൾ ഉണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കോളം ആയിട്ട് എഴുതി. ഓക്കെ, x1 x2 x3. ഇനി നോക്കൂ, അപ്പൊ നമ്മൾ ഇത് എഴുതി, ഈക്വൽ ടു ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു, ഒരു ഈക്വൽ ടു ഇട്ടു. ഇവിടെ രണ്ട് 0 ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു, 2 0 ഇങ്ങനെ എഴുതി. നോക്കൂ, നമുക്ക് ഈ മാട്രിക്സ് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഇക്വേഷൻസ് തന്നെ കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നോക്കുക, നമ്മൾ എങ്ങനെയാ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ നോക്കൂ, 1x1 എന്ന് പറയുമ്പോൾ x1. ഓക്കെ, -3 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ -3x2, -2 ഇൻറ്റു x3 എന്ന് പറയുമ്പോൾ -2x3 ഈക്വൽ ടു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണെങ്കിൽ ഫസ്റ്റത്തെ എലമെന്റ് എഴുതാം 0. അപ്പൊ നോക്കുക, x1 -3x2 -2x3, x1 -3x2 -2x3 ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. അതേപോലെ ഈ രണ്ടാമത്തെ റോനെ ഈ കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു 0 എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണതാ, ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, ഞാൻ അതിനൊരു a എന്ന് പേര് കൊടുക്കുകയാണ്. ഈ മെട്രിക്സ് ഞാൻ a എന്ന് പേര് കൊടുത്തു. ഇത് ഒരു കോളം മെട്രിക്സ് ആണല്ലോ, ഞാൻ അതിനൊരു x എന്ന് പേര് കൊടുത്തു, x. ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, ഞാൻ അതിനൊരു b എന്ന് പേര് കൊടുത്തു. വേണ്ട, ഇത് രണ്ടും 0 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 0 എന്ന് പേര് കൊടുത്തു. ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ടല്ലോ, ഈക്വൽ ടു എഴുതി. ഇവിടെ ഈ രണ്ട് മെട്രിക്സിന് ഇടയിലുള്ള ഓപ്പറേഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഞാൻ a ഇൻറ്റു x എന്ന് എഴുതി. അപ്പൊ a ഇൻറ്റു x ഈക്വൽ ടു 0 ഫോമിലാണ് എന്തുള്ളത്, നമ്മളെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉള്ളത്, സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് ഈ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ മെട്രിക്സ് ഫോം ദിസ് സിസ്റ്റം ഈസ് റിട്ടൺ ആസ് a ഇൻറ്റു x ഈക്വൽ ടു 0. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയാൽ നമുക്ക് a ഇൻറ്റു x ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അവിടെ ഉള്ള a എന്നുള്ള മെട്രിക്സ് എന്താണ്, a എന്നുള്ളത് ഈ മെട്രിക്സ് ആയിരിക്കും. ഇതേ മെട്രിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി നോക്കൂ, റീകോൾ ദാറ്റ് ദ സെറ്റ് ഓഫ് all x that satisfy equation 1 is called the solution set of the system 1. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ എടുക്കാം. ഈ ഇക്വേഷനിൽ x1 x2 x3 എന്നുള്ള 3 വേരിയബിൾ ഉണ്ട്. ഫസ്റ്റത്തെ ഇക്വേഷനിലുണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിലുണ്ട്. നോക്കൂ, ഈ രണ്ട് ഇക്വേഷനും x1 x2 x3ന് എന്തെങ്കിലും വാല്യൂ നമ്മൾ കൊടുക്കണം.
ആ വാല്യൂസ് ഫസ്റ്റത്തെ x1 x2 x3ന്റെ വാല്യൂ ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുത്താലും സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്താലും നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് x1 x2 x3 ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂസ് രണ്ട് ഇക്വേഷനിലും ഒരേ സമയം കൊടുത്താൽ രണ്ട് ഇക്വേഷനും ട്രൂ ആയിരിക്കണം, ശരിയായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ x1 x2 x3ന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാം, സൊല്യൂഷൻ സെറ്റ് ഓഫ് സിസ്റ്റം 1 എന്ന് പറയാം. ഓക്കെ, ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, x1 x2 x3ന്റെ വാല്യൂ. ഈ രണ്ട് ഇക്വേഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 x3ന്റെ വാല്യൂ. നോക്കൂ, ഇവിടെ x1 x2 x3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനെ പേര് കൊടുത്തത് x ആണ്. അപ്പൊ x-ന്റെ വാല്യൂസ്, ഓക്കെ, ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ ഈ x1 x2 x3. അപ്പൊ ഈ ക്യാപിറ്റൽ X ആണ് എന്ത്, സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ കോളം മെട്രിക്സ് ആണ് എന്ത്, നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ഇക്വേഷൻസ് ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. ഇനി നോക്കൂ, often it is convenient to relate this set directly to the matrix A and the equation A into x equal to 0. നമുക്ക് ഈ ഒരു കാര്യത്തിനെ സൊല്യൂഷൻ സെറ്റ് നമുക്ക് A into x equal to 0 എന്നുള്ള കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് എങ്ങനെയാണ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാൻ നോക്കാം. We call the set of x that satisfy A into x equal to 0 the null space of the matrix A. നമ്മൾ A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ്? A into x equal to 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ സെറ്റ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു മെട്രിക്സ് A തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ഈ മെട്രിക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ രണ്ടിൽ കൂടുതലോ ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷൻസ് നമുക്ക് എന്ത് കിട്ടും, ഒരു മെട്രിക്സ് കിട്ടും. ഇനി ആ മെട്രിക്സിന്റെ നൾ സ്പേസ് എന്താണ്, A into x equal to 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 x3 അല്ലെങ്കിൽ x വാല്യൂസ്. ഓക്കെ, അപ്പോ ഈ A into x equal to 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നൾ സ്പേസ് ഓഫ് A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നൾ സ്പേസിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, ദി നൾ സ്പേസ് ഓഫ് ആൻ m by n മെട്രിക്സ് A റിട്ടൺ ആസ് നൾ A. നമ്മൾ A എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ സൈസ്, അതിന്റെ ഓർഡർ എന്താണ്, m by n എന്ന് പറഞ്ഞാൽ m റോസ് ഉണ്ട്, n കോളംസ് ഉണ്ട്. ഇങ്ങനത്തെ m by n മെട്രിക്സിന്റെ A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ് നമ്മൾ എങ്ങനെ എഴുതുന്നത്, നൾ സ്പേസിന്റെ നൊട്ടേഷൻ ഇതാണ്, നൾ എന്ന് എഴുതുക. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ എന്താണ്, നൾ സ്പേസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻസ് ടു ദ ഹോമോജീനിയസ് ഇക്വേഷൻസ് A into x equal to 0. അതായത് A into x equal to 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, സിമ്പിൾ ആയിട്ട് നൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ A into x equal to 0 എന്നുള്ള, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ ഈ മെട്രിക്സ് ഫോമിൽ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ x1 x2 x3 ഒക്കെ വാല്യൂസ് കിട്ടണം. അങ്ങനെ ഇക്വേഷൻ ശരിയാവുന്ന x1 x2 x3ന്റെ പല പല വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിന്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ആയിട്ട് A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ ഒരു സെറ്റ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, നൾ സ്പേസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എക്സുകളാണ്. ഇനി എക്സുകൾ എവിടെ ഉണ്ടായിരിക്കണം, Rnലത്തെ ആൾക്കാരായിരിക്കണം എക്സുകൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാ, നമ്മുടെ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, നിങ്ങൾ നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് പറയാം. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 റോയും 3 കോളവും ഉള്ളത്. അപ്പൊ 2/3 ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ. ഓക്കെ, 2 റോയും 3 കോളവും. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് പറയാം, ഇവിടെ m by n മെട്രിക്സ് ആണെങ്കിൽ, ഓക്കെ, m by n ആണ് ഏരുടെ മെട്രിക്സ് എങ്കിൽ എക്സുകൾ എവിടെ നിന്നാണ് വരുന്നത്, Rn എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സുകൾ എവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ n എന്താണ്, m by n ൽ n കോളത്തിന്റെ എണ്ണമാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മെട്രിക്സിന്റെ സൈസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് റോന്റെ എണ്ണവും പിന്നെ എഴുതുന്നത് കോളത്തിന്റെ എണ്ണവുമാണ്. അപ്പൊ ഇവിടെ n എന്നുള്ളത് എന്താണ്, കോളത്തിന്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ Rn ൽ n എന്താണ്, കോളത്തിന്റെ എണ്ണമാണ്. അപ്പൊ നമുക്ക് ഈ മെട്രിക്സിന്റെ കേസിൽ കോളം എത്രയാണ്, ഇവിടെ കോളത്തിന്റെ എണ്ണം 3 ആണ്. അപ്പൊ R3 എന്നുള്ള എലമെന്റ് ആയിരിക്കും എന്ത്, നമ്മളെ
ഈ എക്സാമ്പിളിൽ നമ്മളെ നൾ സ്പേസിലെ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സുകൾ, എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണല്ലോ എക്സ്, ഈ കോളം മെട്രിക്സ് ആണല്ലോ എക്സ്. ഓക്കെ, ഈ എക്സുകൾ എവിടെ നിന്നാണ് വരുന്നത്? എക്സുകൾ വരുന്നത് Rn എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എക്സുകൾ വരുന്നത് R3 എന്നാണ്. നോക്കൂ, ഒരു 3 ടപ്പിൾ അല്ലെ, ഒരു എലമെന്റ്, 2 എലമെന്റ്, 3 എലമെന്റ്. അപ്പൊ R3 ൽ ഒരു എലമെന്റ് ആണിത് x1 x2 x3. ഓക്കെ, അപ്പോ എക്സുകളുടെ കളക്ഷൻ ആണ് നൾ സ്പേസ്. എക്സുകൾ Rn എന്ന് വരുന്നതായിരിക്കണം. n എന്നുള്ളത് നമ്മൾ A എന്നുള്ള മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണമാണ്. ഓക്കെ, കണ്ടീഷൻ എന്താണ്? A into x 0 ആവണം. അങ്ങനത്തെ എക്സുകളുടെ കളക്ഷൻ ആണ് നമ്മൾ എന്ത് പറയാ? A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ 1. ലെറ്റ് A be as in equation 2. ഓക്കെ, A എന്നുള്ളത് എന്താണ്? ഇക്വേഷൻ 2 ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇക്വേഷൻ 2 കണ്ടിരുന്നു. A എന്നുള്ളത് എന്താണ്? ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് A. അപ്പോൾ നമ്മുടെ മെട്രിക്സ് A ഏതാണ്? ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഓക്കെ, ആൻഡ് ലെറ്റ് U ഈക്വൽ ടു, നമുക്കൊരു കോളം മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ ഇഫ് U ബിലോങ്സ് ടു ദ നൾ സ്പേസ് ഓഫ് A. എന്റെ നൾ സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. U എന്നുള്ള ഈ മെട്രിക്സ്, ഈ കോളം മെട്രിക്സ് A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസിൽ ഉണ്ടോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു വെക്ടർ U എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ x ന് പകരം U ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ x ഈ സെറ്റിൽ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ? x Rn ലായിരിക്കണം, A into x 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ U ഈ സെറ്റിൽ ഉണ്ടാവുകയില്ല, നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? U എവിടെ ഉണ്ടോ നോക്കുക, Rn ൽ ഉണ്ടോ നോക്കുക. A into U 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ U Rn ൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, A into U 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ രണ്ട് കണ്ടീഷൻ ശരിയായി കഴിഞ്ഞാൽ U എവിടെ ഉണ്ട്? A ന്റെ നൾ സ്പേസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് U എന്നുള്ളത് Rn ൽ ഉണ്ടോ നോക്കുക. നോക്കൂ, ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോളത്തിന്റെ എണ്ണമാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിലെ n എന്താണ്? ഈ മെട്രിക്സിന്റെ സൈസ് എന്താണ്? 2 റോയും 3 കോളവും ആണ്. ഓക്കെ, അപ്പൊ ഇതിലെ Rn എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ Rn ഏതായിരിക്കും? Rn ന് നമുക്കറിയാം ഇവിടെ നമ്മൾ m/n ആണ് മെട്രിക്സിന്റെ സൈസ്. ഇത് അപ്പൊ n ഏതാണ്? ഇവിടെ 3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? n ന് ഇവിടെ 3 കൊടുക്കുക. നോക്കൂ, R3 ലുള്ള ഒരു വെക്ടർ ആണോ U നോക്കുക. എന്ന് പറഞ്ഞാൽ ഒരു 3 ടപ്പിൾ ആണോ നോക്കിയാൽ മതി. U എന്നുള്ളത് 5 3 -2 3 എലമെന്റ്സ് ഉള്ള ഒരു 3 ടപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ U എന്നുള്ള വെക്ടർ എവിടെ ഉണ്ട്? R3 ൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹിയർ U ബിലോങ്സ് ടു R3. U എന്നുള്ള ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എവിടെ ഉണ്ട്? R3 ൽ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊരു കോളം മെട്രിക്സ് ആണ്, നമ്മൾ അതിനെ ഒരു വെക്ടർ ആയിട്ട് എഴുതാം. എനിക്ക് വേണമെങ്കിൽ U നെ എങ്ങനെ എഴുതാം? 5 3 -2 എന്ന് എഴുതാം. ഓക്കെ, U നെ എനിക്കൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു 3 ടപ്പിൾ ആയിട്ട് എഴുതാം. നോക്കൂ, ഇതിന്റെ 3 ടപ്പിൾ എവിടെ ഉണ്ടായിരിക്കുക? R3 ൽ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എവിടെ ഉണ്ട്? അത് Rn ൽ, അതായത് ഇവിടെ R3 ൽ ഉണ്ടെന്ന് കിട്ടി. ഇനി A into U 0 ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? അത് മൾട്ടിപ്ലൈ ചെയ്യാം. നൗ A into U എന്തായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, നമ്മൾ A നെ ആദ്യം ഇവിടേക്ക് എടുത്ത് എഴുതുക. 1 -3 -2 -5 9 1. അപ്പൊ A എഴുതി, into U ചെയ്യുക. into U എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? U 5 3 -2 5 3 -2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 into 5 -3 into 3 -9. ഓക്കെ, -2 into -2 +4. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത എലമെന്റ് എന്തായിരിക്കും? രണ്ടാമത്തെ റോ ഇൻറ്റു ഈ കോളം -5 into 5 -25 9 into 3 +27 1 into -2 അത് -2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നോക്കൂ, നമുക്ക് എന്താ അടുത്തത് കിട്ടുക? തൊട്ടടുത്ത സ്റ്റെപ്പ് നമുക്ക് കിട്ടുക, ഈ 5ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 9 -9 എന്താവും? 0 ആവും. അതേപോലെ ഈ -25ഉം -2 ആഡ് ചെയ്യുമ്പോൾ -27 കിട്ടും. -27 +27 കൂടെ 0 ആയി പോകും. ഓക്കെ, നോക്കൂ, ഇത് 0 0 എന്നുള്ള മെട്രിക്സ് ആണല്ലോ. ഈ 0 0 എന്നുള്ള മെട്രിക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് 0 എന്ന് എഴുതാം. ഓക്കെ, 0 എന്നുള്ള ഇതിന്റെ മീനിങ് എന്താണ്? 0 മെട്രിക്സിന് നമ്മൾ ഇങ്ങനത്തെ ഒരു 0 മെട്രിക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. നൊട്ടേഷൻ ആണ്. ഓക്കെ,
അപ്പൊ എ ഇൻറ്റു യു 0 കിട്ടിയ മീനിങ് എന്താണ്? എ ഇൻറ്റു യു 0 ആണെങ്കിൽ ഇവിടെ ഡെഫിനിഷൻ ഉണ്ട് നമുക്കറിയാം. എ ഇൻറ്റു എക്സ് 0 ആണെങ്കിൽ എക്സ് എവിടെ ഉണ്ട്? നൾ സ്പേസ് ഓഫ് എൽ ഉണ്ട്. അപ്പൊ എ ഇൻറ്റു യു 0 ആണെങ്കിൽ യു എവിടെ ഉണ്ട്? നൾ സ്പേസ് ഓഫ് എൽ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് യു ബിലോങ്സ് ടു നൾ സ്പേസ് ഓഫ് എ. അപ്പൊ യു എവിടുത്തെ എലമെന്റ് ആണ്? നൾ സ്പേസ് ഓഫ് എയുടെ എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ വെക്ടർ അല്ലെങ്കിൽ ഈ മെട്രിക്സ് കോളം മെട്രിക്സ് എവിടുത്തെ എലമെന്റ് ആണ്? നൾ സ്പേസ് ഓഫ് എയിലുള്ള ഒരു എലമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു തിയറമാണ്, തിയറം 2. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ദി നൾ സ്പേസ് ഓഫ് ആൻ m by n മെട്രിക്സ് എ ഇസ് എ സബ്സ്പേസ് ഓഫ് Rn. ഒരു മെട്രിക്സ് എ ഉണ്ട്, അതിന്റെ സൈസ് എന്താണ്? അതിന്റെ ഓർഡർ m by n ആണ്. m റോസും n കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ നൾ സ്പേസ് എന്നുള്ളത്, ആ മെട്രിക്സിന് ഒരു നൾ സ്പേസ് ഉണ്ടാവുമല്ലോ, ആ നൾ സ്പേസ് എന്തായിരിക്കും? ഈ Rn ന്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ പറഞ്ഞ കാര്യത്തിനോട് ഈക്വാലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ ഉള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈക്വാലന്റ്ലി the set of all solutions to a system A into x equal to 0 of m homogeneous linear equations in n unknowns is a subspace of Rn. Okay, അതായത് A into x equal to 0 എന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട്. ആ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ m ഇക്വേഷൻസ് ഉണ്ട്, n unknowns അല്ലെങ്കിൽ n വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, m ഇക്വേഷൻസും n വേരിയബിൾസും ഉള്ള A into x equal to 0 എന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ആ സൊല്യൂഷൻ എന്നുള്ളത് എന്താണ്? ഇങ്ങനത്തെ എക്സുകളുടെ കളക്ഷൻ ആണല്ലോ. ഈ A into x equal to 0 ന്റെ സൊല്യൂഷൻസ് Rn ന്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ കാര്യം. അതായത് നമ്മളെ A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ്, അതായത് A into x equal to 0 ന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസ് ആണ്. അപ്പോൾ ആ നൾ സ്പേസ് എന്തായിരിക്കും? Rn ന്റെ സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിൽ ഒരു വെക്റ്റർ സ്പേസ് V ഉണ്ട്. അതിന്റെ സബ്സ്പേസിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു വെക്റ്റർ സ്പേസ് V ന്റെ ഒരു സബ്സ്പേസ് ആണ്, അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. നമ്മൾ H എന്ന് എഴുതാം. ഈ H സബ്സെറ്റ് ആവുകയും വേണം, H 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഓക്കെ, ഏതൊക്കെയാണ് കണ്ടീഷൻസ്? 0 എന്നുള്ള വെക്ടർ, വിയിലുള്ള 0 വെക്ടർ എവിടെ വേണം? H ൽ വേണം. അതേപോലെ H ലുള്ള 2 വെക്ടേഴ്സ് ആഡ് ചെയ്താൽ വീണ്ടും ആ കിട്ടുന്ന വെക്ടർ വീണ്ടും H ൽ വേണം. ഓക്കെ, ഒരു സ്കേലാറിനെ H ലുള്ള ഒരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വെക്ടർ വീണ്ടും H ൽ വേണം. അതായത് അഡീഷണലും മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ സബ്സ്പേസ് എന്ന് പറയുക. ഓക്കെ, ഇനി നോക്കൂ, നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താണ്? നമുക്കിവിടെ കാണിക്കേണ്ടത് ഇവിടെ Rn ന്റെ സബ്സ്പേസ് ആണ് ആര്? നൾ സ്പേസ്, എയുടെ നൾ സ്പേസ്. അപ്പോൾ നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താണ്? Rn ന്റെ ഓക്കെ, ഈ Rn ന്റെ സബ്സ്പേസ് ആണ് ആര്? നൾ സ്പേസ് ഓഫ് എ. ഓക്കെ, എയുടെ നൾ സ്പേസ് Rn ന്റെ സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. നോക്കൂ, ഇവിടെ സബ്സ്പേസ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താ? വിയുടെ സബ്സെറ്റ് ആയിരിക്കണം H. അതേപോലെ Rn ന്റെ സബ്സെറ്റ് ആയിരിക്കണം നൾ സ്പേസ്. ആദ്യം എന്താണ് കാണിക്കേണ്ടത്? Rn ന്റെ സബ്സെറ്റ് ആയിരിക്കണം നൾ സ്പേസ്. ഈ സബ്സെറ്റ് 3 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ നൾ സ്പേസ് ഓഫ് എ എന്തായി? സബ്സ്പേസ് ആയി. ഇപ്പൊ നൾ സ്പേസ് ഓഫ് എ എന്നുള്ളത് Rn ന്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ട് നൾ സ്പേസ് ഓഫ് എയിലുള്ള ഏതൊരു എലമെന്റും അത് എവിടുത്തെ എലമെന്റ് ആണ്? Rn ൽ ഉണ്ടെന്ന് കാണിക്കുക. അത് നമ്മൾ സെറ്റ് തിയറിയിലൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. A സബ്സെറ്റ് ഓഫ് B നമ്മൾ എങ്ങനെ കാണിക്കുക? A എന്നുള്ളത് B ന്റെ സബ്സെറ്റ് ആണ് നമ്മൾ എങ്ങനെ കാണിക്കുക? A ലുള്ള ഏതൊക്കെ ആൾക്കാരുണ്ടോ അതെല്ലാം B യിൽ ഉണ്ടെന്ന് കാണിക്കുക. അപ്പൊ ഇത് ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ നൾ സ്പേസ് ഓഫ് എയിലുള്ള ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം എവിടെയുണ്ട്? Rn ൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് അതെങ്ങനെ വളരെ ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും നോക്കാം. നമുക്ക് നോക്കൂ, ഫസ്റ്റ് നമുക്ക് നോക്കാം. certainly null space of A is a subset of Rn. ഈ Rn ന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്ത്? null space of A. അതിന് റീസൺ എന്താണ്? നമുക്ക് നോക്കാം. because A has n columns. ഈ A എന്നുള്ള മെട്രിക്സിന് n കോളംസ് ഉണ്ട്. ഓക്കെ, നോക്കൂ, ഈ A എന്നുള്ള മെട്രിക്സിന്റെ സൈസ് അല്ലെങ്കിൽ ഓർഡർ എന്താണ്? m by n ആണ്. m by n എന്ന് പറയുമ്പോൾ അതിൽ n എന്താണ്? m റോയും n കോളവും ആണ്. അപ്പൊ
എ എന്നുള്ള മെട്രിക്സിന് ഇവിടെ n കോളംസ് ഉണ്ട്. ആ n തന്നെയാണ് ഇവിടെ ഉള്ളത്, Rn. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എക്ക് n കോളംസ് ഉണ്ടെങ്കിൽ അതേ n തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ Rnലത്തെ എലമെന്റ്സ് എന്താണ്? n ടപ്പിൾസ് ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് Rnലത്തെ ഒരു എലമെന്റിന്റെ ഫോം എങ്ങനെയായിരിക്കും? x1, x2, x3, എക്സെട്ര xn. ഈ ഫോമിലുള്ള n ടപ്പിൾസ് ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക? Rnൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്തരം എലമെന്റ്സ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക നൾ സ്പേസ് ഓഫ് എൽ. അപ്പൊ നൾ സ്പേസ് ഓഫ് എൽ ഉള്ള ഇത്തരം എലമെന്റ്സ് എവിടെ ഉണ്ടാവും? Rnലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം സിമ്പിൾ ആയിട്ട്? എക്ക് n കോളംസ് ഉണ്ട്. ഓക്കെ, എ എന്നുള്ള മെട്രിക്സിന് n കോളംസ് ഉണ്ട്. ആ കോളംസ് ഒക്കെ എവിടുത്തെ ആൾക്കാരാണ്? Rnലത്തെ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? നൾ സ്പേസ് ഓഫ് എ എപ്പോഴും എന്തായിരിക്കും? Rnന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി ഈ സബ്സെറ്റ് സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്തൊക്കെ ഇനി കാണിക്കാനുണ്ട്? സീറോ വെക്ടർ, Rnലത്തെ സീറോ വെക്ടർ എവിടെയുണ്ട്? നൾ സ്പേസ് ഓഫ് എൽ ഉണ്ടെന്ന് കാണിക്കണം. ആദ്യം നമ്മൾ കാണിക്കേണ്ടത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം സീറോ വെക്ടർ. അപ്പൊ നമുക്കറിയാം വിയിലുള്ള സീറോ വെക്ടർ എവിടെ ഉണ്ടെന്ന് കാണിക്കണം? എച്ചിൽ ഉണ്ടെന്ന് കാണിക്കണം. അതേപോലെ നമുക്ക് ഇവിടെ എന്താണ് കാണിക്കേണ്ടത്? Rnലത്തെ സീറോ വെക്ടർ നൾ സ്പേസ് ഓഫ് എൽ ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? Rnലത്തെ സീറോ വെക്ടർ എടുക്കുക. Rnലത്തെ സീറോ വെക്ടർ എന്താ? 0 0 0 എക്സെട്ര 0 എന്ന് പറഞ്ഞാൽ n സീറോസ്. ഇതാണ് എന്ത്? Rnലത്തെ സീറോ വെക്ടർ. നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ Rnലത്തെ സീറോ വെക്ടർ എടുക്കാം. ഞാൻ അതിനെ 0 എന്ന് എഴുതി, സിമ്പിൾ ആയിട്ട് 0 എന്ന് എഴുതി. ഓക്കെ, ഇനി ആ സീറോ വെക്ടർ എവിടെ ഉണ്ടെന്ന് കാണിക്കണം? നൾ സ്പേസ് ഓഫ് എൽ ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ നോക്കൂ, നൾ സ്പേസ് ഓഫ് എൽ സീറോ വെക്ടർ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? എന്റെ നൾ സ്പേസ് ഓഫ് എൽ ഒരു എലമെന്റ് ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ വളരെ സിമ്പിൾ ആണ്. നൾ സ്പേസ് ഓഫ് എൽ ഒരു എലമെന്റ് ഉണ്ടെന്ന് കാണിക്കാൻ എ ഇൻറ്റു ആ എലമെന്റ് 0 എന്ന് കാണിച്ചാൽ മതി. അപ്പൊ എക്സ് നൾ സ്പേസ് ഓഫ് എൽ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ഇൻറ്റു എക്സ് 0 ആയാൽ മതി. അപ്പോൾ സീറോ വെക്ടർ, ഓക്കെ, 0 എന്നുള്ള വെക്ടർ നൾ സ്പേസ് ഓഫ് എൽ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ഇൻറ്റു 0 ചെയ്യാം. അത് 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എ ഇൻറ്റു 0 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കറിയാം, നോക്കൂ, എ ഇൻറ്റു 0 എപ്പോഴും എന്തായിരിക്കും? നമ്മൾ എ എന്നുള്ള മെട്രിക്സിനെ 0 എന്നുള്ള ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 0 എന്നുള്ള മെട്രിക്സ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ മെട്രിക്സ് ആണ്, 0 എന്നുള്ളത് 0 മെട്രിക്സ് ആണ്. എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സ് ആണിത്. ഇതും എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സ്. എ എന്നുള്ള മെട്രിക്സിനെ 0 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എപ്പോഴും 0 മെട്രിക്സ് ആണ് കിട്ടുക. എ ഇൻറ്റു 0 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നൾ സ്പേസിന്റെ ഡെഫിനിഷൻ പ്രകാരം 0 എന്നുള്ള വെക്ടർ എവിടെ ഉണ്ട്? 0 വെക്ടർ എവിടെ ഉണ്ട്? നൾ സ്പേസ് ഓഫ് എൽ ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. 0 ഈസ് ഇൻ നൾ സ്പേസ് ഓഫ് എ. 0 വെക്ടർ എവിടെ ഉണ്ട്? എന്റെ നൾ സ്പേസിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഇനി സബ്സ്പേസ് ആവാൻ വേണ്ട അടുത്ത കണ്ടീഷൻ എന്താണ്? അഡീഷണൽ ക്ലോസ്ഡ് ആയിരിക്കുക. എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് എയിലുള്ള രണ്ട് എലമെന്റ്സ് എടുക്കുക, അത് ആഡ് ചെയ്താൽ കിട്ടുന്ന എലമെന്റ്സും വീണ്ടും നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? നൾ സ്പേസ് ഓഫ് എയിലുള്ള രണ്ട് വെക്ടേഴ്സ് എടുക്കാം. ലെറ്റ് u and v represent any two vectors in null space of A. നൾ സ്പേസ് ഓഫ് എന്ന് രണ്ട് വെക്ടേഴ്സ് u ഉം v എടുക്കാം. ഇപ്പൊ u നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെങ്കിൽ മീനിങ് എന്താ? a into u 0 കിട്ടും. ഓക്കെ, v നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെങ്കിൽ മീനിങ് എന്താ? a into v 0 കിട്ടും. ഓക്കെ, അപ്പൊ u ഉം v ഉം നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് എടുത്തു. അപ്പൊ നമുക്ക് ഇത് കിട്ടി. നമുക്കറിയാം ഡെഫിനിഷൻ പ്രകാരം ഇത് രണ്ടും ട്രൂ ആയിരിക്കും. ഇനി u ഉം v നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെങ്കിൽ u പ്ലസ് v നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അത് നമ്മൾ എന്താ ചെയ്യാ? u പ്ലസ് v എന്നുള്ള ഒരു വെക്ടർ, ഓക്കെ, u v ആഡ് ചെയ്താൽ നമുക്ക് ഒരു പുതിയ വെക്ടർ u പ്ലസ് v കിട്ടും. ആ വെക്ടർ നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? a into u പ്ലസ് v 0 എന്ന് കാണിച്ചാൽ മതി. ഇനി a into u പ്ലസ് v എങ്ങനെ നമുക്ക് 0 എന്ന് കാണിക്കാൻ പറ്റും നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? a into u പ്ലസ് v സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, a into u പ്ലസ് v നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം, നമുക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. മെട്രിക്സിന്റെ ഒക്കെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എ എന്താണ്? ഒരു മെട്രിക്സ് ആണ്. യുവും വി ഒക്കെ കോളം മെട്രിക്സ് ആണ്. എ എന്നുള്ളത് എന്തെങ്കിലും ഒരു മെട്രിക്സ്, ഏതെങ്കിലും ഒരു m/n സൈസുള്ള മെട്രിക്സ്. യുവും വി ഒക്കെ എന്താണ്? കോളം മെട്രിക്സ് ആണ്. അപ്പൊ യുവും വിയും കോളം മെട്രിക്സ് ആണ്. u പ്ലസ് വി ആഡ് ചെയ്താൽ നമുക്ക് ഒരു പുതിയ കോളം മെട്രിക്സ് ആ കിട്ടാം. ഓക്കെ, എ ഇൻറ്റു ഒരു കോളം മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, എ ഇൻറ്റു യു പ്ലസ് വി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് a ഇൻറ്റു യു പ്ലസ് എ ഇൻറ്റു വി എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, a ഇൻറ്റു യു പ്ലസ് എ ഇൻറ്റു വി. നോക്കൂ, ഈ a ഇൻറ്റു യു എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ട് a ഇൻറ്റു യു 0 ആണ്. നമുക്ക് a ഇൻറ്റു യുവിന് 0 എന്ന് കൊടുക്കാം. അതേപോലെ a ഇൻറ്റു വി ഇവിടെ ഉണ്ടല്ലോ, അതും എന്താണ്? 0 ആണ്. നമുക്ക് a ഇൻറ്റു വിക്കും 0 എന്ന് കൊടുക്കാം.
എ യു പ്ലസ് എ വി എന്താണ് 0+0 രണ്ട് സീറോ മെട്രിക്സുകൾ ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക ഒരു പുതിയ സീറോ മെട്രിക്സ് കിട്ടുക അപ്പൊ നോക്കൂ നമുക്ക് ഇവിടെ എന്ത് കിട്ടി എ ഇൻറ്റു യു പ്ലസ് വി ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി ഓക്കെ ഇതാ എ ഇൻറ്റു യു പ്ലസ് വി ചെയ്തപ്പോൾ 0 കിട്ടി ഇതിന്റെ മീനിങ് എന്താ എ ഇൻറ്റു യു പ്ലസ് വി 0 ആണെങ്കിൽ യു പ്ലസ് വി എന്നുള്ള മെട്രിക്സ് അല്ലെങ്കിൽ ആ വെക്ടർ എവിടെ ഉണ്ട് നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ട് അപ്പൊ യുവും വിയും നൾ സ്പേസ് ഓഫ് എന്ന് എടുത്തു യു പ്ലസ് വി നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അഡീഷനിൽ നൾ സ്പേസ് ഓഫ് എന്താണ് ക്ലോസ്ഡ് ആണ് ഈ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ നൾ സ്പേസ് ഓഫ് എ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം നമ്മൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ നൾ സ്പേസ് ഓഫ് എന്നൊരു വെക്ടർ യു എടുക്കുക അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് എന്നൊരു എലമെന്റ് യു എടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക യു എന്നുള്ളൊരു എലമെന്റ് നൾ സ്പേസ് ഓഫ് എന്ന് ചൂസ് ചെയ്യുക അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക സി എന്നുള്ളത് ഒരു സ്കേലാർ ആണെന്ന് വിചാരിക്കുക ഫൈനലി ഇഫ് സി ഈസ് എനി സ്കേലാർ സി എന്നുള്ളത് എന്തെങ്കിലും ഒരു സ്കേലാർ എന്തെങ്കിലും ഒരു നമ്പർ ആണ് അതേപോലെ യു എന്നുള്ളത് എന്താണ് നൾ സ്പേസ് ഓഫ് എലമെന്റ് ആണ് ഈ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണ് നമ്മൾ എങ്ങനെ കാണിക്കുക ഈ സി എന്നുള്ള നമ്പറിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന പുതിയ ആള് വീണ്ടും എവിടെ ഉണ്ട് നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് സീനെ നമ്മൾ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന സി ഇൻറ്റു യു വീണ്ടും എവിടെ ഉണ്ടെന്ന് കാണിക്കണം നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിക്കണം നോക്കൂ ഒരു എലമെന്റ് നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യാം എ ഇൻറ്റു ആ സാധനം എന്താണോ ആ സാധനം 0 എന്ന് കാണിച്ചാൽ മതി അപ്പൊ എ ഇൻറ്റു സി യു 0 എന്ന് കാണിച്ചാൽ മതി ഓക്കെ എ ഇൻറ്റു സി യു 0 ആണെങ്കിൽ സി യു എന്നുള്ളത് നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് അതെങ്ങനെ സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റും നോക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം എ ഇൻറ്റു സി യു 0 എന്നാണ് കാണിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യാം എ ഇൻറ്റു സി യു സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ ഈ സി എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മെട്രിക്സ് ആണ് ഈ എയും യു ഒക്കെ മെട്രിക്സ് ആണ് സി എന്നുള്ളത് ഒരു നമ്പർ ആണ് അപ്പൊ സി എന്നുള്ള നമ്പർ നമുക്ക് പുറത്തേക്ക് എടുക്കാം സി എന്നുള്ള നമ്പർ നമ്മൾ പുറത്ത് വെച്ചു പിന്നെ എ ഇൻറ്റു യു എന്നുള്ള മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തു നമുക്കറിയാം എ ഇൻറ്റു യു 0 ആയിരിക്കും കാരണം എന്താ നമുക്കറിയാം യു എന്നുള്ളത് എവിടുത്തെ മെമ്പർ ആണ് യു എന്നുള്ളത് എവിടുത്തെ ആളാണ് നൾ സ്പേസ് ഓഫ് എയിലുള്ള ആളാണ് യു നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെങ്കിൽ എ ഇൻറ്റു യു 0 ആയിരിക്കും ഓക്കെ അപ്പൊ എ ഇൻറ്റു യു എങ്ങനെയാണ് 0 ആവുന്നത് യു നൾ സ്പേസ് ഓഫ് എയിൽ ഉള്ളത് കൊണ്ട് അപ്പൊ എ ഇൻറ്റു യു ഇവിടെ 0 ആയിപ്പോയി അപ്പൊ സി ഇൻറ്റു 0 എന്നാ കിട്ടുക നോക്കൂ ഒരു നമ്പറിനെ 0 മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്താ കിട്ടുക 0 മെട്രിക്സ് ആ കിട്ടുക ഓക്കെ അപ്പൊ എ ഇൻറ്റു സി യു 0 എന്ന് കിട്ടിയ മീനിങ് എന്താ എ ഇൻറ്റു ഒരു സാധനം 0 എന്ന് കിട്ടിയ ആ സാധനം എന്താണ് നൾ സ്പേസിലുണ്ട് അപ്പൊ സി യു എവിടെ ഉണ്ട് നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ടെന്ന് കിട്ടി അപ്പൊ യു നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ സി ഇൻറ്റു യു നൾ സ്പേസ് ഓഫ് എയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ് നൾ സ്പേസ് ഓഫ് എ ക്ലോസ്ഡ് ആണ് അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു ഇവിടെ 0 വെക്ടർ നൾ സ്പേസിലുണ്ട് യുവും വി നൾ സ്പേസിൽ എടുത്തു യു പ്ലസ് വി നൾ സ്പേസിലുണ്ട് സി സ്കേലാർ എടുത്തു സി ഇൻറ്റു യു എവിടെ ഉണ്ട് നൾ സ്പേസിലുണ്ടെന്ന് നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ സബ്സ്പേസ് ആവാൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട് നൾ സ്പേസ് ഓഫ് എ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം നൾ സ്പേസ് ഓഫ് എ എന്നുള്ളത് Rn ന്റെ ഒരു സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ